പിണറായി വിജയന്റെ വസതിയിൽ പരിശോധന നടത്തിയതിനു ശേഷം പുറത്തേക്കിറങ്ങി വന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തടയുന്നതാണ് പ്രേക്ഷകർക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. 4 വിൻഡോകളിലായി. ഒന്നാമത്തെ വിൻഡോയിൽ CPIM പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ CPIM നേതാക്കൾ നിലയുറപ്പിച്ചിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. രണ്ടാമത്തെ വിൻഡോയിൽ CPIM നേതാക്കൾ കടകംപള്ളി സുരേന്ദ്രൻ, വി ശിവൻകുട്ടി, ജോൺ ബ്രിട്ടാസ്, ആനാവൂർ നാഗപ്പൻ എന്നിവർ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ. മറ്റൊരു വിൻഡോയിൽ കാണുന്നത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് തിരുവനന്തപുരം DCP തപോഷ് ബസുമതാരിയുമായി സംസാരിക്കുന്നതിൻ്റെ, കുറച്ച് ക്ഷുഭിതനായി സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടിരുന്നത്. അവിടേക്ക് CPIM പ്രവർത്തകർ എത്തുന്ന ദൃശ്യം അവസാനമായുള്ള വിൻഡോയിൽ കാണുന്നത് അത് പിണറായി വിജയന്റെ വസതിക്ക് പുറത്തേക്കെത്തിയ ED ഉദ്യോഗസ്ഥർ അവർ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾ CPIM പ്രവർത്തകർ ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളുമാണ്. തലസ്ഥാന നഗരം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഒട്ടേറെ സംഘർഷങ്ങൾക്ക് തലസ്ഥാന നഗരം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വലിയ മർദ്ദനങ്ങൾക്ക്, പോലീസ് മർദ്ദനങ്ങൾക്കുമൊക്കെ തിരുവനന്തപുരം നഗരം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പ്രതിഷേധ മാർച്ചുകൾക്ക്, ലാത്തി ചാർജുകൾക്ക് ഒക്കെ തലസ്ഥാന നഗരം സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തി പുറത്തേക്കിറങ്ങുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ അവർ പുറത്തേക്കിറങ്ങുമ്പോൾ നടത്തിയ ആക്രമണം അത് കേരളത്തിൽ മുമ്പില്ലാത്തതാണ്. അത്തരം ആക്രമണം ഇതാദ്യമാണ്. CPIM നേതൃത്വം പറയുന്നത് CPIM നേതാക്കൾ, CPIM പ്രവർത്തകർ പരമാവധി സംയമനം പാലിച്ചിട്ടുണ്ട് എന്നാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ CMRLന്റെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ മകൾ വീണ ഉൾപ്പെട്ടിട്ടുള്ള വീണയ്ക്കെതിരായി ഉയർന്ന ആരോപണം, ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ആരോപണമാണ് ഉയർന്നത്. ആ ആരോപണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന് ഈ ഹൈക്കോടതി സ്റ്റേ നൽകിയില്ല. തുടർന്നാണ് ഇന്നിപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ ED ഉദ്യോഗസ്ഥർ ഈ പിണറായി വിജയന്റെ വസതിയിലേക്ക് അന്വേഷണത്തിനായി എത്തിയത്, പരിശോധനയ്ക്കായി എത്തിയത്. ഇക്കാര്യത്തിൽ നിയമപരമായി തുടർ നടപടികൾ സ്വീകരിക്കാനുള്ള അവകാശം അത് ED ഇല്ലാതാക്കി എന്ന ആരോപണമാണ് CPIM നേതാക്കൾക്കുള്ളത്. കേന്ദ്ര ഏജൻസികൾ അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം, BJPയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്ന ആരോപണം CPIM നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി VD സതീശൻ കണ്ടതുമായി ബന്ധപ്പെട്ടും CPIM നേതാക്കൾ ഈ സംഭവത്തെ ബന്ധപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് CPIM പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന് ജിബിൻ JB തുടരുന്നുണ്ട്. ജിബിൻ, എന്താണ് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി? ദിലീപ് കുമാർ, അല്പസമയം മുമ്പ് ഒരു മുൻ മന്ത്രി വി ശിവൻകുട്ടി DCPയുമായി ചർച്ച നടത്തുന്നതാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ഇപ്പോൾ അവർ വീണ്ടും പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് തിരികെ പോയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാർട്ടി ഓഫീസിന്റെ അകത്തു നിന്നുള്ള പ്രവർത്തകരെ അല്ലെങ്കിൽ പോലീസ് തിരിയുന്ന ഈ പ്രതികളെ ഇവിടെ നിന്ന് പാർട്ടി ഓഫീസിന്റെ അകത്ത് കയറി അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ CPIM നേതൃത്വം. തിരുവനന്തപുരം ജില്ലയിലെ CPIMന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും ഈ പാർട്ടി ഓഫീസിന് മുന്നിലുണ്ട്. കാരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു സന്നാഹമാണ് ഇപ്പോൾ ബേക്കറി ജംഗ്ഷനിലെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലും അതിന്റെ വശങ്ങളിലുമായി നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്ത് വന്നാലും ഈ അക്രമവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ED ഉദ്യോഗസ്ഥർ, ഒരു കേന്ദ്ര ഏജൻസിയുടെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർ അത് നമ്മുടെ നാട്ടിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഒരു നിസ്സാരമായ കേസായി തള്ളിക്കളയാൻ സാധിക്കില്ല. എത്രയും വേഗം തന്നെ ഒരു നടപടിയെടുക്കണം. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉണ്ടായാലേ മതിയാവൂ എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പോലീസ് നേതൃത്വം. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പാർട്ടി ഓഫീസിന് മുന്നിലായുള്ള പോലീസാണ്. അവർ ഒരു ചാർജിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അത് നേരിടുന്നതിന് വേണ്ടി സന്നദ്ധരായി നിൽക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നത്. പോലീസ് DCPയുടെ നേതൃത്വത്തിലുള്ള, നേരത്തെ പറഞ്ഞ പോലെ DCP തപോഷിന്റെ നേതൃത്വത്തിലാണ് ഈ പോലീസിലെ സന്നാഹത്തെ ഇപ്പോൾ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി കണക്കാക്കി അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് നേരിടുന്നതിന് വേണ്ടി ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.